ജൂൺ 13 ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇറാൻ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. എന്നാൽ ഇറാന്റെ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈൽ ജൂതരാഷ്ട്രത്തിലേക്ക് മാക് 15 വേഗതയിൽ, അതായത് ശബ്ദത്തിൻ്റെ 15 മടങ്ങ് വേഗതയിൽ പറന്നുയർന്ന് പ്രശസ്തമായ അയൺ ഡോം ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തുളച്ചു കയറി ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ വിതച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണമാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഫത്ത-1 ആകാശത്ത് പറന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആകാശത്ത് തുളച്ചു കയറുന്ന തീജ്വാലയുടെ വേഗത കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇറാൻ ഏതുതരം ആയുധമാണ് പ്രയോഗിച്ചതെന്ന് നെറ്റിസന്മാർ ആശ്ചര്യപ്പെട്ടു. ചിലർ ഈ കാഴ്ചയെ ഒരു പുരാണ തീ വിസർജിക്കുന്ന വ്യാളിയോട് ഉപമിച്ചപ്പോൾ മറ്റു ചിലർ ഇത് ഒരു ഉൽക്കാശില പോലെയാണെന്ന് പറഞ്ഞു. ഇറാൻ ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കൂടുതൽ വിദഗ്ധരായ ഉപയോക്താക്കൾ ഇന്റർനെറ്റിൽ ചോദിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ 6ാം ദിവസമാണിത്. ഇറാൻ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈലാണ് വിക്ഷേപിച്ചതെന്ന് പിന്നീട് വെളിപ്പെടുത്തി. ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് പ്രതികാരമായി ടെഹ്റാൻ്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3ന്റെ 11ാം ഘട്ടമായിരുന്നു ഇത്. സംഘർഷത്തിലെ വഴിത്തിരിവെന്ന് IRGC പറയുന്നു. ഇറാന്റെ ഉന്നത ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഒരു പ്രസ്താവനയിൽ ഫത്ത മിസൈലിൻ്റെ വിക്ഷേപണത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിലെ ഒരു വഴിത്തിരിവെന്ന് വിശേഷിപ്പിച്ചു. ശക്തവും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ ഫത്ത മിസൈലുകൾ ഇന്ന് രാത്രി ഭീരുക്കളായ സയനിസ്റ്റുകളുടെ അഭയകേന്ദ്രങ്ങളെ ആവർത്തിച്ചു വിറപ്പിച്ചു. ഇത് മിഥ്യാധാരണകളിലും തെറ്റായ അനുമാനങ്ങളിലും വസിക്കുന്ന ടെല്ലവീവിൻ്റെ യുദ്ധകൊതിയന്മാരായ സഖ്യകക്ഷികൾക്ക് ഇറാന്റെ ശക്തിയുടെ വ്യക്തമായ സന്ദേശം അയച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. ഫത്ത വിക്ഷേപണത്തിൻ്റെ വൈറൽ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് മാക് 13 മുതൽ മാക് 15 വരെയുള്ള വേഗതയിലുള്ള അതിശയിപ്പിക്കുന്ന മിഡ് ഫ്ലൈറ്റ് മാനുവറിംഗ് കഴിവുകളും ഇറാനിയൻ ഹൈപ്പർസോണിക് മിസൈലിനെ തടയുന്നത് ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാക്കുന്നു എന്നാണ്. ഇറാന്റെ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈൽ എത്രത്തോളം ശക്തമാണ്? കൃത്യതയോടെ നയിക്കപ്പെടുന്ന 2 ഘട്ടങ്ങളുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത-1 ഇറാൻ ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും നൂതനവും അപകടകരവുമായ മിസൈലാണ്. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഫത്ത-1 മിസൈൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ ചില കുസൃതികൾ ഒപ്പിക്കാൻ വേണ്ടി ഒരു ചലിക്കുന്ന നോസലും ഉണ്ട്. 2023 ഇറാൻ ആദ്യമായി അനാച്ഛാദനം ചെയ്ത ഹൈപ്പർസോണിക് മിസൈലിന് 1400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കൂടാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്തും പുറത്തും പ്രവർത്തിക്കാൻ കഴിവുള്ളതും മാക് 15 വരെ വേഗത്തിലെത്താൻ കഴിവുള്ളതുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മേൽ പറഞ്ഞ പോലെ ഈ ഫത്ത മിസൈലിലെ ആ കുസൃതി എന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ ആകാശത്ത് കണ്ടത്. വളഞ്ഞു പുളഞ്ഞും ഒക്കെ പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചലനം അതുതന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. മാക് 5 വേഗതയിൽ പറക്കുമ്പോൾ പറക്കലിൻ്റെ മധ്യത്തിൽ തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവ് കാരണം വ്യോമപ്രതിരോധത്തിന് ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും മാത്രം വേഗത്തിലാണ് പറക്കുന്നത്. മാക് 5 വേഗത്തിൽ പറക്കുമ്പോൾ വ്യോമപ്രതിരോധ മാർഗങ്ങൾക്കൊന്നും തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനോ തകർക്കാനോ കഴിയില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഫത്ത-1 മിസൈൽ ഒരു ഗോളാകൃതിയിലുള്ള പ്രൊപ്പല്ലൻ്റ് ഉപയോഗിച്ചാണ് സജീവമാക്കുന്നത്. പറക്കുമ്പോൾ എല്ലാ ദിശകളിലേക്കും ഗതി മാറ്റാൻ ഇതിന് കഴിയും. ഇത് കണ്ടെത്താനും ഇതിനെ തടസ്സപ്പെടുത്താനും മറ്റുള്ള വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് അസാധ്യമാകുന്നു. ഇന്ത്യ, ചൈന, റഷ്യ എന്നിവയ്ക്ക് ശേഷം ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി നിർമ്മിച്ച 4ാമത്തെ രാജ്യമാണ് ഇറാൻ. ഫത്ത-1 ഇസ്രായേലിൽ എത്രമാത്രം നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു? ഒരു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈലുകൾ അയൺ ഡോം ഉൾപ്പെടെയുള്ള ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ തുളച്ചു കയറി മധ്യ ഇസ്രായേലിൽ വൻ നാശം വിതച്ചു. കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും മേഖലയിൽ വൻ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു. ജൂൺ 13 ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ
പുലർച്ചെ വ്യോമാക്രമണം നടത്തിയതോടുകൂടിയാണ് ഇസ്രായേൽ-ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. IRGC മേധാവ് ഹൊസൈൻ സലാമി, കമാൻഡർ ഗുലാം അലി റാഷിദ്, ആണവശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ടെഹ്റാൻജി, ആണവശാസ്ത്രജ്ഞൻ ഡോക്ടർ ഫറൈഡൂൺ അബ്ബാസി, ഇറാൻ്റെ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത ഇറാനിയൻ ആണവശാസ്ത്രജ്ഞർ സൈനിക കമാൻഡർമാരും ഇതിൽ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് തേർഡ് എന്ന പേരിൽ ഇറാൻ നിരവധി ഇസ്രായേലി നഗരങ്ങളെയും പ്രധാന ജനവാസ കേന്ദ്രങ്ങളെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചു. ഇരുപക്ഷവും പരസ്പരം വിനാശകരമായ ആക്രമണങ്ങൾ നടത്തി. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സിവിലിയൻ ജീവനുകളുടെ നഷ്ടവും വരുത്തിവെച്ചു. ലോകശക്തികളും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള ഏജൻസികളും രണ്ട് കടുത്ത ശത്രുക്കളോടും പരമാവധി സംയമനം പാലിക്കാൻ പ്രേരിപ്പിച്ചു. വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 240-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ 28-ലധികം ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. യുദ്ധം ഇപ്പോഴും കടുക്കുകയാണ്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും രണ്ട് രാജ്യങ്ങളും തയ്യാറല്ല. എന്നാലും നമ്മുടെയൊക്കെ ഒരു നിഗമനത്തിൽ ഇവിടെ ആരാണ് വിജയിച്ചത് പരാജയപ്പെട്ടത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറയാമെങ്കിലും ശരിയാണ്, യുദ്ധത്തിൽ ജയവും തോൽവിയും ഇന്നില്ല. എങ്കിൽ പോലും ഇസ്രായേലിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇറാൻ ഇസ്രായേലിലേക്ക് അനവധി മിസൈലുകൾ അയക്കുന്നു, ഇസ്രായേലിൽ കുറേ കെട്ടിടങ്ങൾ തകർക്കുന്നു, ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളോ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ആയുധ സംവിധാനങ്ങളോ ആണവ റിയാക്ടറുകൾ പോലുള്ള സംഭവങ്ങളിലോ അല്ല. ഇറാൻ ആക്രമണം അധികവും നടത്തുന്നത് ജനവാസ മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ജനവാസ മേഖലയിലെ കുറച്ച് കെട്ടിടങ്ങൾ തകർന്നാൽ അത് വളരെ വേഗത്തിൽ പഴയതുപോലെ ആക്കിയെടുക്കാൻ അവിടെ സാധിക്കും. പക്ഷേ ഇറാന് സംഭവിച്ച നഷ്ടം വലിയ നഷ്ടമാണ്. അവരുടെ ആണവ പദ്ധതികളെ വർഷങ്ങളിൽ പിന്നിലാക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അവരുടെ ഏറ്റവും പ്രശസ്തരായ അല്ലെങ്കിൽ അവർ അഭിമാനമായി കരുതിയിരുന്ന പല സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ആണവശാസ്ത്രജ്ഞരെയും വകവരുത്താൻ ഇസ്രായേലിന് സാധിച്ചു. ആ ഒറ്റ കാര്യം തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളാണ് ഏറ്റവും അധികം നടന്നത്. എന്നാൽ ഇറാൻ്റെ പ്രത്യാക്രമണം അതൊരു സ്വാഭാവിക പ്രത്യാക്രമണമാണ്. കാരണം ഇസ്രായേലിലേക്ക് കുറേ ബോംബിട്ടത് കൊണ്ടോ കുറേ ഹൈപ്പർസോണിക് മിസൈൽ അയച്ചതുകൊണ്ടോ ഇസ്രായേൽ ഇറാനിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ നഷ്ടങ്ങളെ മറികടക്കാൻ ഇറാന് സാധിക്കില്ല എന്നതാണ് ശരി. കാരണം ഇറാൻ്റെ ആണവ പദ്ധതികൾ അവിടെ തടസ്സപ്പെടുന്നു. ആണവ റിയാക്ടറുകൾ ഇനി കാലങ്ങളോളം അതിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ അവർക്ക് ചെയ്യേണ്ടി വരും. അതുവഴി അവരുടെ ആണവ പദ്ധതികൾ ദീർഘകാലത്തേക്ക് നീണ്ടുപോയേക്കാം. അതുതന്നെയാണ് ഇസ്രായേൽ അർത്ഥമാക്കുന്നത്. ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിന് കുറച്ച് നഷ്ടം സഹിച്ചാലെങ്കിലും ആ വിജയം നേടിയെടുക്കാതെ ഇസ്രായേൽ പിൻവാങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല.